വ്യത്യാസമുണ്ട് കേട്ടോ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും സേഫാണ്, ഇപ്പം സേഫാണ്. ഇനി മുമ്പോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് ഒരു മലയോര പ്രദേശമാണ്. ഞങ്ങൾ മലയുടെ തൊട്ട് താഴെയാണ് താമസിക്കുന്നത്. മുകളിൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാവേ. ഇന്നത്തെ വീഡിയോ കഴുത്തിലെ കറുപ്പ് മാറാനും കൈകളിലെ കറുപ്പ് മാറാനുള്ള നല്ല അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആ പാക്ക് ഉപയോഗിച്ച് ശേഷമുള്ള വീഡിയോ ആണ് എടുത്തേക്കുന്നത്. എനിക്ക് നല്ല മാറ്റമുണ്ട്, കൈക്ക് എനിക്ക് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി പാക്കാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോണം കേട്ടോ. എനിക്ക് കൈമുട്ടിലെ കറുപ്പൊക്കെ കുറേ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൈമുട്ട് നല്ല കറുപ്പായിരുന്നു. എല്ലാം ഇതുപോലത്തെ പാക്കുകളൊക്കെ ചെയ്ത് കൈമുട്ടിലെ കറുപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പാക്ക് ഞാനിതാ കഴുത്തിലും തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പാക്ക് കഴുത്തിലെ കറുപ്പ് പോകാനും കൈകളിലെ കറുപ്പ് മാറാനുള്ള നല്ല അടിപൊളി ഒരു പാക്കാണ്. അപ്പോൾ ഈ പാക്കിൽ നമ്മൾ 4 സൂത്രങ്ങളാണ് ചേർക്കുന്നത്. അതിൽ 2 ഞാൻ പറയാവേ. ചെറുനാരങ്ങയുടെ നീരും ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ്. ബാക്കി 2 സംഭവങ്ങൾ ഞാൻ പറയില്ല കേട്ടോ. അത് പിന്നീട് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പാക്കൊക്കെ വേഗം തന്നെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ്. ഉരുളക്കിഴങ്ങിൻ്റെ നീര് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടാണ് എനിക്ക് ഇത്രയും നീര് കിട്ടിയത്. ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു, അപ്പോൾ 2 എടുത്തു. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 1 മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ നീര് ഞാൻ അരിച്ചെടുത്തില്ല, എന്നാലും ഉരുളക്കിഴങ്ങിൻ്റെ ചെറിയ കഷ്ണങ്ങൾ തരികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അരിച്ചെടുത്തു. പിന്നെ ഇതാ അരിപ്പൊടിയാണ് കേട്ടോ. ഇതാ അരിപ്പൊടിയുടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ നീര് വേണം കേട്ടോ. 1/2 മുറിയൊക്കെ മതി, ഞാൻ 1 കൂടെ എടുക്കുന്നേ ഉള്ളൂ. പിന്നെ വേണ്ടത് തേനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? അരിപ്പൊടി വേണം, ഉരുളക്കിഴങ്ങിൻ്റെ നീര് വേണം, ചെറുനാരങ്ങ വേണം, പിന്നെ തേൻ വേണം. അപ്പോൾ നമുക്ക് പാക്കൊക്കെ വേഗം തന്നെ റെഡിയാക്കി വെക്കാവേ. അരിപ്പൊടി എടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അരച്ച് കഴിഞ്ഞ് ഇച്ചിരി നേരം മാറ്റി വെച്ചാണ്ടല്ലോ പിന്നെ ഒരു ബ്രൗൺ കളറാവും. അപ്പോൾ അതിന് ഞാൻ ഇപ്പോഴാട്ടൊന്ന് അരച്ചെടുത്ത് വെച്ചത്. അങ്ങനെ ആയാലോ എന്ന് വിചാരിച്ചിട്ട്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ബ്രൗൺ കളറാകുമ്പോൾ രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനിത് ഇതെല്ലാം എനിക്കെടുത്തിട്ട് വന്നിട്ടോ എനിക്ക് മുഴുവനായിട്ട് എടുത്തു. കട്ടിയായിട്ട് തന്നെ ഉണ്ട്. നമുക്കിതിലോട്ട് ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കണം, തേൻ ഒഴിക്കണം. അപ്പോൾ ഇതെല്ലാം സെറ്റ് ആയിക്കോളും കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ 1/2 മുറി ചെറുനാരങ്ങ ഒന്ന് ചേർക്കാണ്. ഇനി നമുക്ക് തേൻ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. തേനൊക്കെ തീരാറായിട്ടോ. ഇവിടം വരെയായി. ഞാൻ തേൻ എടുക്കുമ്പോൾ അളവ് നോക്കിക്കൊണ്ടേ ഇരിക്കേ. അപ്പോൾ തേനിതാ ഇവിടം വരെ എത്തിച്ചേരും. അച്ഛൻ വാതിൽ തുറന്ന് നോക്കിയതാണ് കേട്ടോ. അച്ഛൻ വീട്ടിൽ ഞാൻ ആരോടോ സംസാരിക്കുകയാണെന്നും പറഞ്ഞ് വിചാരിച്ച് പാവം തുറന്ന് നോക്കിയതാണ്. അപ്പോഴാണ് വിചാരിച്ചത് വീഡിയോ എടുക്കണം. അതാ വേഗം വാതിൽ അച്ഛട്ടോ. അപ്പോൾ ഇതാ മിക്സ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ തേനും കൂടെ ഒഴിക്കുമ്പോൾ സെറ്റപ്പ് ആവുന്ന അടിപൊളിയായി. ഇച്ചിരി കൂടെ കട്ട് ചെയ്യണ്ടേ. അത് നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടോ. കണ്ടോ? നമുക്ക് നമ്മുടെ കൈകളിലൊക്കെ തേച്ച് കൊടുക്കാം. കൈകളിലും പിന്നെയോ കഴുത്തിലും. അപ്പോൾ ഇന്ന് കഴുത്തിലും കൈകളിലും മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ പാക്ക് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് അപ്പോൾ തന്നെ തേക്കരുത്, ഇത്തിരി നേരത്തേക്ക് മാറ്റി വെക്കണം. കഴിക്കുന്ന വൃത്തിയിൽ കഴുകി എടുത്തു. ഇനി നമുക്ക് കുറച്ച് പാലെടുക്കണം. തിളപ്പിക്കാത്ത പാലാണേ. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. ഇതിൻ്റെ തണുപ്പൊക്കെ ഉണ്ട്, അത് സുഖം. തണുപ്പ് മുഖത്തുള്ളുമ്പോൾ ഇനി നമുക്ക് ഇത്തിരി പഞ്ഞി എടുക്കാം. പഞ്ഞി ഈ പാലിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉണ്ടോ? പഞ്ഞി ഒക്കെ പാല് കുടിച്ചു.
ഇനി നമുക്കിതാ കുറച്ചങ്ങ് പിഴിഞ്ഞ് ഇട്ട് നമ്മുടെ കഴുത്തിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ കഴുത്ത് നന്നായിട്ട് ക്ലീൻ ആകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇടാനോ ഒക്കെ മടിയൊക്കെ ആണെങ്കിൽ പേടിക്കേണ്ട. ഇതേപോലെ ഇത്തിരി പച്ചപ്പാൽ എടുത്തിട്ട് പഞ്ഞിയിൽ മുക്കി ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഒരു 5-10 മിനിറ്റ് ഇതുപോലെയൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കഴുത്തിലെ കറുപ്പ് പോകാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒന്നിനും സമയമില്ലാത്തവരുടെ കാര്യമാണ് പറയണത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് പാക്ക് കിട്ടുന്നതിന് മുന്നേ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത്തിരി കൂടി നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 2-3 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ഈ പഞ്ഞി കളയുവാണ്. അപ്പം ഞാൻ ചെറിയൊരു പഞ്ഞിക്കെട്ടായിട്ട് എടുത്തിട്ട് വന്നോളൂ. ഇനി എൻ്റെ കൈകളൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഞ്ഞി എടുത്തിട്ട് വേഗം വരാവേ. അപ്പം ഞാനിതാ പഞ്ഞി എടുത്തിട്ട് പോന്നു. ഇനി ഞാനിങ്ങനെ കയ്യിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുവാണ്. ഇതാ പഞ്ഞി ഇട്ട് പാല് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എന്താ പഞ്ഞിയിൽ നമുക്കിത് കയ്യിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കഴുത്തിൽ അഴുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം പിന്നെ ഒന്നും കൂടെ കൈകളിൽ അഴുക്കളാവാതിരിക്കാണ് ഞാൻ ആ പഞ്ഞിക്കെട്ട് കളഞ്ഞത്. നമ്മൾ ആദ്യം ചെയ്തില്ലായിരുന്നോ, ഫ്രണ്ട്സ് ചെയ്തില്ലായിരുന്നോ? കയ്യിലൊക്കെ നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കാം. നമ്മുടെ കൈകളൊക്കെ നല്ലവണ്ണം ക്ലിയർ ആകും കേട്ടോ. അയ്യോ, അത് താഴെ വീണുപോയി, നമുക്ക് അടുത്തെടുക്കാതെ. മണ്ണ് പറ്റിയൊന്നും ഉപയോഗിക്കരുത്. വീണ്ടും നമ്മുടെ കൈയൊക്കെ വീണ്ടും ചീത്തയാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് കൈമുട്ടിലൊക്കെ തേച്ച് കൊടുക്കുക. എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൈകളിൻ്റെ മടക്കില്ലേ, മടക്ക് ഭാഗത്തൊക്കെ വണ്ടി പോന്ന് നോക്കിയതാണ്. നമ്മുടെ കൈകളിൻ്റെ മടക്കുണ്ടല്ലോ, മടക്കിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇവിടെയൊക്കെ അഴുക്കളും കറുത്ത പാടുകളുണ്ടാവും. എനിക്ക് പണ്ടുള്ള പാടുകൾ ഈ കറുത്ത പാട് വരുമായിരുന്നു. ഇങ്ങനെ യൂണിഫോം ഇട്ടിട്ടാട്ടോ. യൂണിഫോമിൻ്റെ കൈ ഇവിടം വരെ ഉണ്ടായിരുന്നല്ലേ. എന്നാൽ നമ്മൾ ഇങ്ങനെ കൈ വെക്കുമ്പോൾ കൈ ഭാഗം ഇറങ്ങും കേട്ടോ. അങ്ങനെ ഇറങ്ങി പാടായി വൃത്തികേടായി. അങ്ങനെ ഇതുപോലെയൊക്കെ നാച്ചുറലായിട്ടുള്ള റെമഡിയൊക്കെ ചെയ്ത് ആ പാടുകളൊക്കെ എനിക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. കൈയും ഒരു 10 മിനിറ്റ് വരെ കൈ ഇങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാവേ. 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കത് തുടച്ച് മാറ്റാം. തുടച്ച് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിത് തുടച്ച് മാറ്റുവാണേ. ഞാൻ കഴുത്തിൽ 2-3 മിനിറ്റ് എന്നല്ലേ പറഞ്ഞത്. 2-3 മിനിറ്റ് ഒന്നും കുഴപ്പമില്ല. അതിൽ കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനേതായാലും 5 മിനിറ്റ് വരെ വെച്ചായിരുന്നു. കൈയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാം. പാല് തേക്കുമ്പോൾ തന്നെ നല്ല മാറ്റം വരും കേട്ടോ. എനിക്ക് നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല കറുത്ത പാടുകൾ പുള്ളികൾ ഒക്കെ കുറയാൻ നല്ലതാണ്. ക്ലെൻസിങ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ. ഒറ്റ ദിവസം എന്നല്ല, ആഴ്ചയിൽ 2-3 ഇല്ല കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം. പാക്കൊന്നല്ലല്ലോ. അപ്പോൾ അത് ക്ലീൻ ആക്കി എടുത്തു. ഇനി നമുക്ക് ഈ പാക്ക് ഇടാം. ഇതാ കട്ടിയായിട്ടുണ്ട്. ഞാൻ മിനിങ്ങാതെങ്ങാണ്ട് ഇട്ടായിരുന്നല്ലേ കഴുത്തിലെ കറുത്ത പാടും, കഴുത്തിലല്ലല്ലോ കൈകളിലെ പാടൊക്കെ കുറയാനായിട്ട് ഞാനൊരു പാക്ക് ഇട്ടായിരുന്നു. അരിപ്പൊടിയുടെ എന്തായിരുന്നു, ചെറുനാരങ്ങയുടെ നീരും തൈരും, ഇത് 3 മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലുള്ളത് അരിപ്പൊടി, ഉരുളക്കിഴങ്ങിൻ്റെ നീര്, ചെറുനാരങ്ങയുടെ നീര്, പിന്നെ തേന്. ഇത് 4 ഉണ്ട് കേട്ടോ. നമുക്ക് തേച്ച് കൊടുക്കാവേ. ആദ്യം തന്നെ നമുക്ക് കഴുത്ത് തേച്ച് കൊടുക്കാം. പിന്നെ ഇത് ഭയങ്കര ഡ്രൈ ആവും കേട്ടോ. ഓയിൽ സ്കിന്നുള്ളവർക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആവും നമ്മുടെ സ്കിന്നൊക്കെ. അപ്പോൾ അതിന് ഒരു പോംവഴിയുണ്ട്. തേച്ച് കഴിഞ്ഞ് നമ്മളിത് കഴുകിക്കളയല്ലോ. കഴുകിക്കളയുമ്പോൾ ഗ്ലിസറിനും റോസ് വാട്ടറും തുല്യ അളവിലെടുക്കുക. ഇപ്പം 1 സ്പൂണ് ഗ്ലിസറിൻ ആണെങ്കിൽ 1 സ്പൂണ് റോസ് വാട്ടർ എടുക്കുക. രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഡ്രൈനെസ് ഉള്ള ഭാഗത്തൊക്കെ നന്നായി അങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ. തേച്ച് കൊടുത്തിട്ട്
കഴുകിക്കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ കഴുകിക്കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഡ്രൈനെസ്സിൻ്റെ കാര്യമാണ്, ഡ്രൈനെസ് ഉള്ളവരുടെ കാര്യമാണ് പറയണത്. കട്ടിയിൽ തേച്ച് കൊടുക്കണം, ശ്രമിക്കണം കേട്ടോ. ഈ കഴുത്തിൻ്റെ സൈഡിലൊക്കെ, നമുക്ക് കഴുത്തിൻ്റെ സൈഡിലൊക്കെയാണ് കൂടുതലും കറുപ്പ് വരുന്നത്. കാരണം മാലയൊക്കെ ഇടുമ്പം എനിക്കൊക്കെ ആണെങ്കിൽ കഴുത്തിൻ്റെ ഈ സൈഡിലാണ് കേട്ടോ കറുപ്പുള്ളത്. പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ പുറകു വശത്ത് ഇവിടെ നന്നായിട്ട് അങ്ങ് കട്ടിയിൽ തേച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാക്ക് മുഖത്ത് തേച്ചാലൊന്നും കുഴപ്പമില്ല, പക്ഷെ ഞാൻ എന്തായാലും ഇടുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. ഇനിയിപ്പം ഞാനും കൂടെ ഒന്ന് ഫേസ് പാക്ക് ഇട്ട് തരുള്ളൂ, ഇന്ന് വേണ്ടാന്ന് കരുതി. കഴുത്തിൽ നല്ല കട്ടിലങ്ങ് തേച്ച് കൊടുക്കാവേ. എന്താണെന്നറിയത്തില്ല, മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇന്നലെ വലിയ കാര്യമായിട്ടൊന്നും മഴയൊന്നും പെയ്തില്ലായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി മഴ പെയ്തായിരുന്നു, പകല് മഴയേ ഇല്ലായിരുന്നു. വെയിലില്ലായിരുന്നു, പക്ഷെ ഒരു മൂടൽ പോലെ. എന്നാലും മഴ ഇന്നലെ പെയ്തില്ല, പകലൊന്നും പെയ്തില്ലായിരുന്നു. ഇന്ന് രാവിലെ ചെറിയ രീതിയിലൊക്കെ മഴ പെയ്തു, പക്ഷെ ചേട്ടയെ പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയെന്നാണ് പറഞ്ഞു. ചേട്ടയ്ക്ക് ഇന്ന് കട്ടപ്പന ഭാഗമൊക്കെയാണ്, ആ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല മഴയുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. ഞാൻ കയ്യിൽ തേച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കൈമുട്ട് നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കരുത് കേട്ടോ, അല്ലെങ്കിൽ കൈയുടെ ഈ ഭാഗം വെളുക്കുകയും ചെയ്യും, കൈമുട്ട് കറക്കുകയും ചെയ്യും. കൈമുട്ടിലൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് കൊണ്ടുപോകണം. ഇങ്ങനെ അങ്ങ് തേച്ച് കൊണ്ടുപോയത് നമ്മുടെ കൈകൾ. ആഹാ, ഇവിടെ ഒലിച്ചു വരുവാണോ? ഇങ്ങനെ തേച്ചെടുക്കാം. ഇങ്ങനെ മസാജ് ചെയ്തപോലെ ഇങ്ങനെ കൈകളിൽ ഇവിടെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ സ്ക്രബ് ഒന്നും ചെയ്തില്ല കേട്ടോ, ഒരു പാക്ക് മാത്രമേ ഇട്ടുള്ളൂ. അതിൽ നിന്ന് ക്ലെൻസിങ് ചെയ്തതിന് ശേഷം ഒരു പാക്ക് ഇട്ടു. ഇത്ര മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രബൊക്കെ ചെയ്ത് ഒരു പാക്കൊക്കെ ഇടാം. സ്ക്രബ് പിന്നെ ആഴ്ചയിൽ 2 തവണയിലേ ചെയ്യുന്നുള്ളൂ. മിനിങ്ങാന്നും കൂടി ഞാൻ സ്ക്രബ് ചെയ്തായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇന്ന് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഈ പാക്ക് ആഴ്ചയിൽ 2 തവണ ഉപയോഗിച്ചാൽ മതിയേ, മാക്സിമം 3 കേട്ടോ. എന്നാലും കുഴപ്പമില്ല, എന്നാലും 2 തവണ മതി. ഇതാ തേച്ച് കൊടുത്തു. നമ്മുടെ ഈ മടക്കുണ്ടല്ലോ, ഈ മടക്കിൻ്റെ ഈ കൈവെളിൻ്റെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുക്കണേ. ഈ കയ്യിലും കൂടെ അങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ടിപ്സിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടില്ല. ഇന്നലെ എനിക്ക് ഭയങ്കര ഒരു മൂഡ് ഔട്ട് ദിവസമായിരുന്നു, അതുകൊണ്ട് ഇന്നലെ ടിപ്സിൻ്റെ വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു. ഞങ്ങൾ ആ പുഴയുടെ അവിടെ വരെ പോയായിരുന്നു കേട്ടോ, വെള്ളം എങ്ങനെയുണ്ടെന്ന് കാണാൻ പോയായിരുന്നേ. അന്നേരം ഞാൻ ആ പുഴയുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു കാറുകാരൻ വന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ ഈ പാലം എന്ന് പറഞ്ഞാൽ ചെറിയ പാലമാണ്. ആ പാലം കവിഞ്ഞാട്ടോ വെള്ളം ഒഴുകി പോകുന്നത്. അതായത് കല്ലാറുട്ടി ഡാമിലെ വെള്ളം അവിടെ നിന്ന് ഷട്ടർ തുറക്കുമ്പോൾ ആ വെള്ളമാണ് ഈ പാലത്തിലൂടെ ഒഴുകി പോകുന്നത്. അതുകൊണ്ട് പാലം കവിഞ്ഞിങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം ഒരു കാറുകാരന് പിന്നെ ആ പാലത്തിൽ കൂടെ അങ്ങ് പോകാൻ നോക്കാം. അപ്പം ഞങ്ങൾ പറഞ്ഞു പോവണ്ട, നല്ല വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ കേൾക്കുന്നില്ല, അയാളൊന്നും പറഞ്ഞൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അയാളുടെ സ്പീഡിലങ്ങ് വണ്ടിയും കൊണ്ട് അങ്ങ് പോവുക. അപ്പോൾ വണ്ടിക്കകത്ത് അയാളുടെ ഭാര്യയാന്ന് തോന്നുന്നു, ഭാര്യയുണ്ട്, 2-3 കുഞ്ഞു മക്കളുണ്ട്. എന്ത് കാരണത്തിന് ഇവരിങ്ങനെയൊക്കെ അഹങ്കാരം കാണിക്കണമെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും വയ്ക്കാണ്ട് സ്പീഡിലങ്ങ് പോയി. ദൈവമേ എന്നൊരു വിളി മാത്രം എൻ്റെ വായിന്ന് വന്നോളൂ കേട്ടോ. ഈശ്വര ദൈവമേ എന്ന വിളി മാത്രം. ഒന്നും വരുത്തല്ലേ ഈശ്വര എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഒന്നും പറ്റിയില്ല, എന്നാലും അവന്മാരുടെയൊക്കെ പോക്കേ. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരുത്തനെ വേറൊരു വണ്ടിയും കൊണ്ട് വന്നു. അയാളോട് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെയാണ് വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല, നല്ല ഒഴുക്കാണെന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അയാൾ വണ്ടി അങ്ങ് അയാളുടെ ദേഷ്യത്തോടെ അയാൾ തിരിച്ചു പോയി. പക്ഷെ എന്നാൽ അയാളുടെ ദേഷ്യം കാണണം. ഇതിനാലേ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പറഞ്ഞ ഒരു അനുസരണയില്ലാത്ത ആൾക്കാരാണ്. അങ്ങനെ 2 കയ്യിലും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പാക്കും തേച്ച് കഴിഞ്ഞു. അതാ എൻ്റെ പാത്രവും കാലിയായി കണ്ടോ, തീർന്നു. അവിടെ ഇവിടെയൊക്കെ ഒരു ഇച്ചിരിയൊക്കെ ഉണ്ട്, അത് നമുക്ക് കഴുത്തിലങ്ങ് ഒന്നും കൂടെ അങ്ങ് തേച്ച് കൊടുക്കാം.
അപ്പോൾ ഇനി ഇത് ഒരു 20 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇവിടെയും കൂടി ഒന്ന് തേച്ച് കൊടുക്കട്ടെ. ഇവിടെ തേച്ച് കൊടുക്കുന്നതിലേക്ക് ഇങ്ങോട്ട് അങ്ങ് ഊർന്നു വന്നു. ഇത്ര മതി. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. 25 മിനിറ്റ് കഴിഞ്ഞു. എൻ്റെതാ കൈയും കഴുത്തൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഉണങ്ങിയതാണ്, കണ്ടോ, പൊട്ടുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങി, ഇവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, കൈമുട്ടൊക്കെ ഉണങ്ങി. ഇനി നമുക്കിത് തുടച്ച് മാറ്റാം, തുടച്ച് കളയാം കേട്ടോ. ആദ്യം തന്നെ ഇച്ചിരി വെള്ളം എടുക്കുക, എന്നിട്ട് കഴുത്തിലൊന്ന് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. പക്ഷിക്കുഞ്ഞിൻ്റെ ഒച്ച കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കിളിയുടെ ഒച്ചയും ബഹളവും. ചെറിയ വെയിലൊക്കെ തെളിഞ്ഞപ്പം ഇവന്മാരെല്ലാം തീറ്റ തേടാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, ചെറിയ വെയിലൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. തുണിയെടുത്ത് കുറച്ച് കളയട്ടെ. ഇവിടെയൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നന്നായിട്ടൊന്നും ക്ലീൻ ആയിട്ടില്ല. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ? ഇന്ന് പിള്ളേർക്ക് ഇന്ന് സ്കൂളില്ലായിരുന്നു. അവരായിരുന്നേ TV കണ്ടോണ്ടിരിക്കുക 3 ആളും. ഇനി നമുക്ക് കൈയുടെ കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയാം കേട്ടോ. അപ്പം ഞാനിതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിക്കളയട്ടെ. ഒന്ന് കഴുകിയ ശരിയാവില്ല, കാരണം ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഞാനിന്ന് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ. ഞാൻ കൈയൊക്കെ നന്നായിട്ട് കഴുകിക്കൊണ്ട് പോകുന്നു കേട്ടോ. നോക്കി, നല്ലൊരു മാറ്റമുണ്ട്, കൈയിലൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. നമ്മുടെ കൈയുടെ ഈ സൈഡൊക്കെ ഇല്ലേ, കറുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കണ്ടോ. കൈമുട്ടും ഒക്കെ ആണെങ്കിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത്തിരി മോയ്സ്ചറൈസർ ക്രീമൊക്കെ ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കാം. എനിക്കിവിടെ മോയ്സ്ചറൈസർ ക്രീം ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഗ്ലിസറിൻ റോസ് വാട്ടറും തുല്യ അളവിലെടുത്തിട്ട്, അയ്യോ കൊഴുസ് കൂടിപ്പോയി, തുല്യ അളവിലെടുത്തിട്ട് നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പം എനിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാനിതാ ഗ്ലിസറിനും റോസ് വാട്ടറൊക്കെ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചു കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കുക, നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കുക. അടിപൊളി പാക്കാട്ടോ. കാരണം ഇതിൽ ഉരുളക്കിഴങ്ങിന് നീരൊക്കെ ചേർക്കുന്നുണ്ടേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഒരു ബ്രൈറ്റ് ആവാൻ നല്ലതാണ്. ഇവിടേക്ക് കഴുത്തിന് ഈ സൈഡിലൊക്കെ നോക്കി, കഴുത്ത പാടൊക്കെ കുറവുണ്ട്. ഞാൻ പറഞ്ഞില്ല, മാലയിട്ട പാടുണ്ടെന്ന് കണ്ടോ, ആ പാടൊക്കെ കണ്ടോ, ചെറുതായിട്ടൊരു കുറവ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല പാക്കാണിത്. ഇത് ആഴ്ചയിൽ 2 തവണയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. 3 തവണ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും 2 തവണയൊക്കെ മതി. അപ്പം നമ്മുടെ ഇതായിട്ട് ഈ പാടുണ്ടോ, നമ്മുടെ വിരലിൻ്റെ സെല്ലുകളിലൊക്കെ, അതൊക്കെ എനിക്ക് കുറവ് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കണ്ടോ, ഇവിടെയൊക്കെ എനിക്ക് നല്ല കറുപ്പുണ്ടായിരുന്നു. എല്ലാം ഇതുപോലെ പാക്കുകളൊക്കെ ചെയ്ത് സ്ക്രബുകളൊക്കെ ചെയ്ത്
കുറഞ്ഞതാണ്. ഇതിലെ കൈമുട്ടൊക്കെ കുറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ എന്തുവാ, ഞാൻ ഏത് നാട്ടുകാരിയാന്നൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചായിരുന്നു. പുതിയ കൂട്ടുകാർ, അവർക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ ഇടുക്കിയിലാണ് എന്നെ കെട്ടിച്ച് വിട്ടത് കേട്ടോ. എൻ്റെ സ്വന്തം നാട് കാസർഗോഡാണ്. അവളുടെ കഴുത്തിരിക്കണ കണ്ടില്ലേ, അവളുടെ കൈകളിലെ പാടിയിരിക്കുന്ന കണ്ടില്ലേ, ഈ അവളുടെ കൈമുട്ടിരിക്കുന്ന കണ്ടില്ലേ. അങ്ങനെ ആരുടെയും കളിയാക്കലൊന്നും കേൾക്കണ്ട കേട്ടോ. അങ്ങനെയൊക്കെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പാക്കുകളൊക്കെ ചെയ്ത് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. ആരും കെമിക്കലായിട്ട് സാധനം ഒന്നും ഉപയോഗിക്കേണ്ട. ഇതുപോലെ നാച്ചുറലായിട്ട് ഉപയോഗിച്ചാൽ മതി. ഒന്നും പെട്ടെന്ന് മാറില്ല. നമ്മളത് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട്, അതായത് ആഴ്ചയിൽ 3 ദിവസമൊക്കെ ചെയ്യുക, സ്ക്രബ് ചെയ്യുക, അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ പാടുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക കേട്ടോ. ആരുടെ കുത്തുവാക്കുകളൊന്നും കേട്ട് ആരും സങ്കടപ്പെടേണ്ട. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഗർഭിണിയായ സമയത്ത്, എൻ്റെ മൂത്ത കൊച്ചിനെ ഗർഭിണിയായ സമയത്ത് ഹോസ്പിറ്റലിൽ പോയത്. അന്നേരം എൻ്റെ കഴുത്തൊക്കെ നല്ല കറുപ്പായിരുന്നു. അത് നമുക്ക് ഹോർമോൺ ചേഞ്ച് ചെയ്ത് നമ്മുടെ കഴുത്തൊക്കെ നന്നായിട്ട് കറുപ്പല്ലോ. അന്നേരം മുഖം വെളുത്തിട്ട് കഴുത്തിന് ഇവിടെ വരെ മാത്രം കറുപ്പ്. അന്നേരം കൈമുട്ടൊക്കെ ഭയങ്കര കറുപ്പെന്ന് വെച്ചാൽ ഭയങ്കര കറുപ്പായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ഒരു ചേച്ചി കണ്ടിട്ട് സംസാരിച്ചതിനിടയിൽ അവർ പെട്ടെന്ന് കഴുത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈ കഴുത്തെന്ന് ഇങ്ങനെ കറുപ്പെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, അത് ഗർഭിണിയായ സമയത്ത് ഇങ്ങനെ വരുമല്ലോ. എന്നാൽ എന്തൊരു കറുപ്പല്ലേ അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഭയങ്കര വിഷമം വരും. അങ്ങനെയൊക്കെ മറ്റുള്ളവർ നമ്മളിങ്ങനെ കളിയാക്കി പറയുമ്പോൾ നമുക്ക് എന്തായാലും വിഷമം വരും. അപ്പം ആരും വിഷമിക്കേണ്ട. നമുക്കിതുപോലുള്ള പാക്കുകളൊക്കെ ചെയ്ത് നമ്മുടെ കഴുത്തിലെ കറുത്ത പാട്, മുഖത്തെ കറുത്ത പാട്, മുഖത്തിലെ കുരുക്കളുന്ന പാടുകൾ, കൈമുട്ടിലെ കറുപ്പ്, കാൽമുട്ടിലെ കറുപ്പ് എല്ലാം നമുക്ക് കുറയ്ക്കാം. ഇതുപോലെ നാച്ചുറൽ റെമഡീസൊക്കെ ചെയ്ത് നമുക്ക് പാടുകളൊക്കെ കുറയ്ക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീണ്ടും നല്ല വീഡിയോസിലായിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.